ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഖാദി ബോർഡ് LDCയുമായി ബന്ധപ്പെട്ട് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് നോക്കാം. ഇത് അതേ ക്വാളിഫിക്കേഷൻ വരുന്ന LD ക്ലർക്ക് വേരിയസ് ബൈ ട്രാൻസ്ഫർ ഓൾ ഡിസ്ട്രിക്റ്റ് ഈ ഭാഗത്ത് നടന്ന ഒരു എക്സാമിൻ്റെ ഫൈനൽ സോൾവ്ഡ് പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 27/2014. എക്സാം നടന്നത് 1/3/2014 ലോകത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്ന ഭാഷ മാൻഡാരിൻ. മാൻഡാരിനാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്ന ഭാഷ. 2012 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് ആർക്ക്? പ്രാൺ കൃഷൻ സിക്കന്ദ്. പ്രാൺ കൃഷൻ സിക്കന്ദിനാണ് 2012 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത്. മുഗൾ സാമ്രാജ്യത്തിന് തുടക്കം കുറിച്ചതാരെ? ബാബർ. ബാബറാണ് മുഗൾ സാമ്രാജ്യത്തിന് തുടക്കം കുറിച്ചത്. മനുഷ്യൻ ആദ്യമായി കണ്ടെത്തിയ ലോഹം? ചെമ്പ്. ചെമ്പാണ് മനുഷ്യൻ ആദ്യമായി കണ്ടെത്തിയ ലോഹം. കുറ്റവും ശിക്ഷയും ആരുടെ കൃതിയാണ്? ദസ്തേവിസ്കി. ദസ്തേവിസ്കിയുടെ കൃതിയാണ് കുറ്റവും ശിക്ഷയും. ഇറാൻ എന്ന രാജ്യത്തിൻ്റെ പഴയ പേര്? പേർഷ്യ. പേർഷ്യ എന്നാണ് ഇറാൻ എന്ന രാജ്യത്തിൻ്റെ പഴയ പേര്. താജ്മഹൽ ഏതു നദിയുടെ തീരത്താണ്? യമുന. യമുനയുടെ തീരത്താണ് താജ്മഹൽ. ഉറുമ്പിൻ്റെ ശരീരത്തിൽ അടങ്ങിയ ആസിഡ്? ഫോമിക് ആസിഡ്. ഫോമിക് ആസിഡാണ് ഉറുമ്പിൻ്റെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. ലോക ജലദിനം? മാർച്ച് 22. മാർച്ച് 22 ലോക ജലദിനം. ചിരിപ്പിക്കുന്ന വാതകം? നൈട്രസ് ഓക്സൈഡ്. നൈട്രസ് ഓക്സൈഡാണ് ചിരിപ്പിക്കുന്ന വാതകം എന്ന പേരിൽ അറിയപ്പെടുന്നത്. CV രാമൻ നോബൽ സമ്മാനം നേടിയ വർഷം? 1930. 1930 CV രാമൻ നോബൽ സമ്മാനം നേടിയത്. 2013 വയലാർ അവാർഡ് നേടിയതാരെ? പ്രഭാവർമ്മ. പ്രഭാവർമ്മയാണ് 2013 വയലാർ അവാർഡ് നേടിയത്. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത്? ആലപ്പുഴ. ആലപ്പുഴയാണ് കിഴക്കിൻ്റെ വെനീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 2008 ഒളിമ്പിക്സ് നടന്നത് എവിടെ? ബീജിംഗ്. ചൈനയിലെ ബീജിംഗിലാണ് 2008 ഒളിമ്പിക്സ് നടന്നത്. ലോക ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്? ഡോക്ടർ നോർമൻ ബെർലോഗ്. ഡോക്ടർ നോർമൻ ബെർലോഗാണ് ലോക ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. ശ്രീനിവാസ രാമാനുജൻ ഏത് സംസ്ഥാനത്താണ് ജനിച്ചത്? തമിഴ്നാട്. തമിഴ്നാട്ടിലാണ് ശ്രീനിവാസ രാമാനുജൻ ജനിച്ചത്. ബുള്ളി എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കി. ഹോക്കിയുമായി ബന്ധപ്പെട്ടൊരു വേർഡാണ് ബുള്ളി. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം? ഹൈഡ്രജൻ. ഹൈഡ്രജനാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം. മേഘങ്ങൾ ഏത് അന്തരീക്ഷ പാളിയിലാണ് കാണപ്പെടുക? ട്രോപ്പോസ്ഫിയർ. മേഘങ്ങൾ ട്രോപ്പോസ്ഫിയറിലാണ് കാണപ്പെടുന്നത്. ഹാരി പോട്ടർ എന്ന കഥാപാത്രം ആരുടെ സൃഷ്ടിയാണ്? JK റൗളിംഗ്. JK റൗളിങ്ങിൻ്റെ സൃഷ്ടിയാണ് ഹാരി പോട്ടർ എന്ന കഥാപാത്രം. മുഗൾ രാജവംശത്തിലെ അവസാനത്തെ ചക്രവർത്തി ആര്? ബഹദൂർ ഷാ സെക്കൻഡ്. ബഹദൂർ ഷാ രണ്ടാമനാണ് മുഗൾ രാജവംശത്തിലെ അവസാനത്തെ ചക്രവർത്തി. കേരളത്തിൽ ഡച്ചുകാരുടെ ആധിപത്യത്തിന് അന്ത്യം കുറിച്ച യുദ്ധം? കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധമാണ് കേരളത്തിൽ ഡച്ചുകാരുടെ ആധിപത്യത്തിന് അന്ത്യം കുറിച്ച യുദ്ധം. താഴെ പറയുന്നവയിൽ വിദ്യാഭ്യാസ നഗരത്തിന് ഉദാഹരണം ഏത്? വാരാണസി. വാരാണസിയാണ് വിദ്യാഭ്യാസ നഗരത്തിന് ഒരു ഉദാഹരണം. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ആര്? കാനിങ് പ്രഭു. കാനിങ് പ്രഭുവാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് വൈസ്രോയി. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ധാന്യങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതി? അന്ത്യോദയ അന്ന യോജന. അന്ത്യോദയ അന്ന യോജന
ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ധാന്യങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതിയാണ്. വിവരാവകാശ പ്രസ്ഥാനം ഇന്ത്യയിൽ ആദ്യമായി ആരംഭിച്ചത് എവിടെ? രാജസ്ഥാൻ. രാജസ്ഥാനിലാണ് ഇന്ത്യയിൽ വിവരാവകാശ പ്രസ്ഥാനം ആദ്യമായി ആരംഭിച്ചത്. ഏത് സമ്മേളനത്തിൽ വെച്ചാണ് ചേരിചേര പ്രസ്ഥാനം ഔപചാരികമായി നിലവിൽ വന്നത്? ബെൽഗ്രേഡ്. ബെൽഗ്രേഡ് സമ്മേളനത്തിൽ വെച്ചാണ് ചേരിചേര പ്രസ്ഥാനം ഔപചാരികമായി നിലവിൽ വന്നത്. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവം? ചൗരി ചൗര സംഭവം. ചൗരി ചൗര സംഭവമാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവം. ഗംഗൈക്കൊണ്ട ചോളൻ എന്നറിയപ്പെട്ട ചോള രാജാവ് ആര്? രാജേന്ദ്ര ചോളൻ. രാജേന്ദ്ര ചോളനാണ് ഗംഗൈക്കൊണ്ട ചോളൻ എന്ന പേരിൽ അറിയപ്പെട്ട ചോള രാജാവ്. കേരളത്തിൽ ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദി? കബനി. കബനിയാണ് കേരളത്തിൽ ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദി. തിരുവനന്തപുരത്ത് രാജാസ് ഫ്രീ സ്കൂൾ സ്ഥാപിച്ച രാജാവ് ആര്? സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളാണ് തിരുവനന്തപുരത്ത് രാജാസ് ഫ്രീ സ്കൂൾ സ്ഥാപിച്ചത്. ഡൂണുകൾ എന്നറിയപ്പെടുന്ന വിസ്തൃതമായ താഴ്വരകൾ കാണപ്പെടുന്ന ഹിമാലയത്തിലെ പർവ്വതനിര? സിവാലിക്. സിവാലിക്കാണ് ഡൂണുകൾ എന്നറിയപ്പെടുന്ന വിസ്തൃതമായ താഴ്വരകൾ കാണപ്പെടുന്ന ഹിമാലയത്തിലെ പർവ്വതനിര. പൂർവ്വതീര റെയിൽവേയുടെ ആസ്ഥാനം? ഭുവനേശ്വർ. ഭുവനേശ്വറാണ് പൂർവ്വതീര റെയിൽവേയുടെ ആസ്ഥാനം. സമൂഹത്തിലെ താഴ്ന്ന വരുമാനക്കാർക്കും ദരിദ്ര ജനവിഭാഗങ്ങൾക്കും സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കുക, അവരിൽ സമ്പാദ്യശീലം വളർത്തുക എന്നീ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സംവിധാനം? മൈക്രോ ഫിനാൻസ്. മൈക്രോ ഫിനാൻസ് എന്നാൽ സമൂഹത്തിലെ താഴ്ന്ന വരുമാനക്കാർക്കും ദരിദ്ര ജനവിഭാഗങ്ങൾക്കും സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കുക, അവരിൽ സമ്പാദ്യശീലം വളർത്തുക എന്നീ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സംവിധാനമാണ്. തൊട്ടുകൂടായ്മ നിയമവിരുദ്ധവും ശിക്ഷാർഹവുമാക്കിയത് ഇന്ത്യൻ ഭരണഘടനയിലെ ഏതു വകുപ്പ് അനുസരിച്ചാണ്? 17-ാം വകുപ്പ്. ഇന്ത്യൻ ഭരണഘടനയിലെ 17-ാം വകുപ്പ് അനുസരിച്ചാണ് തൊട്ടുകൂടായ്മ നിയമവിരുദ്ധവും ശിക്ഷാർഹവുമാക്കിയത്. താഴെ പറയുന്നവയിൽ മൗലിക അവകാശമല്ലാത്ത ഏത്? വോട്ടവകാശം. വോട്ടവകാശം ഒരു മൗലിക അവകാശമല്ല. അടിമവംശത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരി ആര്? ഗിയാസ് ഉദ്ദീൻ ബാൽബൻ. ഗിയാസ് ഉദ്ദീൻ ബാൽബനാണ് അടിമവംശത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരി. ബംഗാൾ വിഭജനത്തിനെതിരായുള്ള പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി രൂപം കൊണ്ട പ്രസ്ഥാനം? സ്വദേശി പ്രസ്ഥാനം. സ്വദേശി പ്രസ്ഥാനമാണ് ബംഗാൾ വിഭജനത്തിനെതിരായുള്ള പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി രൂപം കൊണ്ട പ്രസ്ഥാനം. വിശ്വേശ്വരയ്യ അയൺ സ്റ്റീൽ പ്ലാന്റ് ലിമിറ്റഡ് സ്ഥാപിതമായ വർഷം? 1923. 1923 വിശ്വേശ്വരയ്യ അയൺ സ്റ്റീൽ പ്ലാന്റ് ലിമിറ്റഡ് സ്ഥാപിതമായത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? AK ഗോപാലൻ. AK ഗോപാലനായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപം നൽകിയ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഉപദേഷ്ടാവായി പ്രവർത്തിച്ച നിയമജ്ഞൻ ആര്? BN റാവു. BN റാവു ആയിരുന്നു ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപം നൽകിയ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഉപദേഷ്ടാവായി പ്രവർത്തിച്ച നിയമജ്ഞൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആര്? ഈ ക്വസ്റ്റ്യൻ ഒഴിവാക്കിയാണ്. പോർച്ചുഗീസ് സഞ്ചാരിയായ ഡൊമിൻഗോ പയസ് ആരുടെ ഭരണകാലത്താണ് വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ചത്? കൃഷ്ണദേവരായർ. കൃഷ്ണദേവരായരുടെ കാലത്താണ് പോർച്ചുഗീസ് സഞ്ചാരിയായ ഡൊമിൻഗോ പയസ് വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ചത്. സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി 1987 ഇന്ത്യയിൽ നടപ്പിലാക്കിയ നിയമം ഏത്? സതി നിരോധന നിയമം. സതി നിരോധന നിയമം സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി 1987 ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഒരു നിയമമാണ്. ഒരു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു
ജവഹർലാൽ നെഹ്റു ആരെക്കുറിച്ചാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്? ഝാൻസി റാണി. ഝാൻസി റാണിയെക്കുറിച്ചാണ് ഒരു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ജവഹർലാൽ നെഹ്റു അഭിപ്രായപ്പെട്ടത്. സർക്കാർ സേവനം ജനങ്ങളുടെ അവകാശമാക്കുന്ന സേവന അവകാശ നിയമം കേരള നിയമസഭ പാസാക്കിയതെന്ന്? 2012 ജൂലൈ 25. 2012 ജൂലൈ 25-നാണ് സർക്കാർ സേവനം ജനങ്ങളുടെ അവകാശമാക്കുന്ന സേവന അവകാശ നിയമം കേരള നിയമസഭ പാസാക്കിയത്. ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതമായ ബാരൻ സ്ഥിതി ചെയ്യുന്ന ദ്വീപ്? നാർക്കോണ്ടം ദ്വീപ്. നാർക്കോണ്ടം ദ്വീപിലാണ് ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതമായ ബാരൻ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഏതു രാജ്യത്തെ ഭരണഘടനയിൽ നിന്ന് സ്വീകരിച്ചതാണ്? അയർലൻഡ്. അയർലൻഡിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം സ്വീകരിച്ചിരിക്കുന്നത്. മദ്രാസ് മഹാജനസഭ എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ആര്? ഈ ക്വസ്റ്റ്യൻ ഒഴിവാക്കിയതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ ആര്? ഗുൽസാരിലാൽ നന്ദ. ഗുൽസാരിലാൽ നന്ദയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Subscribe for more videos. To get instant notification for new videos, click on the bell icon.